ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് അഡ് വിത്ത് ഉണ്ണീശ്വരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് 6 ട്രാൻസിസ്റ്റർ വെച്ച് വരുന്ന ഒരു മോണോ ആംപ്ലിഫയർ ബോർഡാണ്. RBLൻ്റെ തന്നെ RBL പ്ലസ് RDX എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയ്ക്ക് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ആ ബോർഡ്. 6 ട്രാൻസിസ്റ്ററുകളാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ RBLൻ്റെ തന്നെ RBL പ്ലസ് RDX എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. 6 ട്രാൻസിസ്റ്ററുകളാണ് ഇതിൽ വരുന്നത്. ഒരു 350 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന, മാക്സിമം 350 വാട്ട് ഔട്ട്പുട്ട് ഇത് കിട്ടുന്ന രീതിയിലാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സൈസ് തന്നെയാണ്. വളരെ കോമ്പാക്ട് സൈസിൽ തന്നെയാണ് ഇവരത് ബിൽഡ് ചെയ്തിട്ടുള്ളത്, ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. നമുക്ക് കാണാൻ സാധിക്കും 6 ട്രാൻസിസ്റ്ററുകൾ. അതുമാതിരി തന്നെ PCB, ഒരു ഗ്രീൻ PCB ആണ്. പിന്നെ ഈ ബോർഡിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് സിങ്ക് തന്നെയാണ്. നല്ല ഹെവി ഹീറ്റ് സിങ്ക് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇങ്ങനത്തെ ബോർഡുകളിലൊന്നും ഇത്ര രീതിയിലുള്ള ഹീറ്റ് സിങ്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. നമുക്ക് കാണാൻ സാധിക്കും ഒരു 15 ലീഫ് ഹീറ്റ് സിങ്ക് ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നല്ല ഹെവി ഹീറ്റ് സിങ്ക് തന്നെയാണ്. കാരണം നമുക്ക് 6 ട്രാൻസിസ്റ്ററുകളൊക്കെ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററുകളാണ്. അപ്പോൾ നമുക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഹീറ്റ് സിങ്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൽ ശരിക്കും ഒരു ഫാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോർമൽ യൂസിന് ഫാൻ വെച്ചാൽ അത്രയ്ക്കും കൂടി എഫിഷ്യൻസി കിട്ടും ഈ ബോർഡിന്. പിന്നെ നമുക്ക് കാണാം 6 ട്രാൻസിസ്റ്ററുകളാണ്. 52001943 കോമ്പിനേഷനിലാണ് ഈ ബോർഡ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 350 വാട്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ബോർഡ് തന്നെയാണ്. പിന്നെ RBLനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസുകൾ തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. IC കാണാം, IC നമ്പറൊക്കെ അവരത് മാറ്റിയിട്ടുണ്ട്. അതുമാതിരി തന്നെ സാംവയുടെ കപ്പാസിറ്റേഴ്സ് ആയാലും FR4 റെസിസ്റ്ററുകളും അല്ലാത്ത സാധാ റെസിസ്റ്ററുകളും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ വളരെ കോമ്പാക്റ്റ് രീതിയിൽ എല്ലാ കമ്പോണൻസും നമുക്ക് ഡ്രൈവർ സൈഡിലുള്ള ട്രാൻസിസ്റ്ററുകൾക്ക് അതിനടക്കം അവർ ഹീറ്റ് സിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്ക കാര്യങ്ങളിലും അവരത് പരമാവധി ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. അതുമാതിരി തന്നെ കമ്പോണൻസുകളും നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസുകൾ. നമുക്ക് അതിൻ്റെ ഈ ബോർഡിൻ്റെ സൈസ് നമുക്ക് വളരെ ചെറിയ കോമ്പാക്ട് സൈസിലുള്ള ബോർഡാണ്. അത് ഡബിൾ സൈഡ് PCBയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര വളരെ ചെറിയ രീതിയിൽ തന്നെ അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഡബിൾ സൈഡ് PCB ആണ്, ഒരു ഗ്രീനിഷ് PCB. പിന്നെ എല്ലാം തന്നെ അവർ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടായാലും ഔട്ട്പുട്ടായാലും പവർ സപ്ലൈ ആയാലും എല്ലാം തന്നെ അവർ ആ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം RBL പ്ലസ് RDX, ഇതാണ് അവരെ ഈ ബോർഡിൻ്റെ മോഡൽ നെയിം. അവിടെ മുമ്പ് മറ്റ് ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ബോർഡ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബോർഡ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് നല്ലൊരു പവർ സെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് എല്ലാത്തിനും ഇതിന് കണക്റ്റേഴ്സ് അടക്കം അവർ തരുന്നുണ്ട്. നമുക്ക് ഇവിടെയാണ് നമുക്ക് പവർ സെക്ഷൻ കൊടുക്കേണ്ട ഏരിയ ആണ്. പ്ലസ് മൈനസ് ഗ്രൗണ്ട് കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കണക്റ്റേഴ്സും നമുക്കൊരു 27 മുതൽ ഒരു 40 വരെയുള്ള ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. ഇതാണ് നമുക്ക് എല്ലാത്തിനും കണക്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 27 മുതൽ ഒരു 40 വരെയുള്ള ട്രാൻസ്ഫോമറുകൾ വേണമെങ്കിൽ നമുക്കൊരു 50 വാട്ട് വരെ DC ഡ്യുവൽ സപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റും. 30 to 50 റേഞ്ചിലൊക്കെ ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അതായത് ലോ ഫിൽറ്റർ എന്ന് വരുന്ന ഇൻപുട്ട് കൊടുക്കേണ്ട ഏരിയ. ഇവിടെ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കാം. ഓക്കേത്തിന് കണക്റ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ബൈപ്പാസ് ചെയ്തിട്ട്, അതായത് ഇൻപുട്ടിൽ ഏത് പവറാണ് കൊടുത്തത് അത് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണത് നമുക്ക് ഒരു ഫിൽറ്ററിനൊക്കെ, അതായത് ഈ ഒന്ന് സബിന് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോ പാസ് ഫിൽറ്ററിനൊക്കെ ഇവിടെ തന്നെ നമുക്ക് പവർ സെക്ഷൻ എടുക്കാൻ പറ്റും. ഈ RBL പ്ലസിൻ്റെ നമുക്ക് വേറെ ഇതിൻ്റെ ഒപ്പം തന്നെ അവരൊരു ലോ പാസ് ഫിൽറ്ററും കൂടി, അവരുടെ ഒരു ലോ പാസ് ഫിൽറ്റർ ബോർഡും കൂടി ഉണ്ട്. അത് നമുക്ക് കാണിക്കാം. നമുക്കിതിന് കറക്റ്റ് സൂട്ടായ രീതിയിൽ തന്നെയാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരേ മാച്ചിങ്ങിലുള്ള, അതായത് RBLൻ്റെ
ബോർഡ്. ഇതാണ് ആ ബോർഡ്. നമുക്ക് കാണാൻ സാധിക്കുക വളരെ ചെറുതും വളരെ ചെറിയ രീതിയിലുള്ള ബോർഡാണ്. SMD കമ്പോണൻസുകളാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാണാൻ സാധിക്കും വളരെ കുറച്ച് കമ്പോണൻസുകൾ. അത് SMD ആയ കാരണമാണ് അത് വളരെ ചെറിയ ബോർഡാക്കിയിട്ടുള്ളത്. നമ്മൾ അവിടെ ഏത് പവറാണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് അതിൽ നിന്ന് ബൈപ്പാസ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള RBL+, പിന്നെ അവരുടെ മോഡൽ നെയിം നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ചെറിയൊരു ഫിൽറ്റർ തന്നെയാണ്. പിന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടെയാണ് പവർ സെക്ഷൻ കൊടുക്കേണ്ടത്. ലെഫ്റ്റ് അതായത് പ്ലസ് മൈനസ് ഗ്രൗണ്ട് ഡ്യുവൽ സപ്ലൈ തന്നെയാണ്. നേരത്തെ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് അതിലത്തെ പവർ എടുത്ത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ട ഏരിയ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൽ സ്റ്റീരിയോ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇവിടെയാണ് അത് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ടാണ് കൊടുക്കേണ്ടത് ഇൻപുട്ടായിട്ട്. പിന്നെ നമുക്കിവിടെ ഔട്ട്പുട്ട്, അതായത് ഈ ഔട്ടിൽ നിന്നാണ് നമ്മൾ ഈ സബിൻ്റെ ഇൻപുട്ടിലേക്ക് ഇതിപ്പോൾ ഇവിടേക്കാണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഈ ലോ പാസ് ഫിൽറ്ററിൽ നിന്ന് കൊടുക്കേണ്ട കണക്ഷനാണ്. ഇതിലത്തെ ഔട്ട്പുട്ട് എടുത്ത് അവിടെ ഇന്നിലേക്ക് കൊടുക്കുക. ഇത് സബിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിൽ 2 IC കാണാം. പിന്നെ പരമാവധി ഇതെല്ലാം കപ്പാസിറ്റേഴ്സ് ഒഴികെ ബാക്കിയൊക്കെ എല്ലാം ഇവിടെ 2 പ്രീസെറ്റുകൾ ഇവർ വെച്ചിട്ടുണ്ട്. ഒരു ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനും അതുമാതിരി ഫ്രീക്വൻസിനും. ഈ രണ്ടിനും 2 പ്രീസെറ്റുകളുണ്ട്. പിന്നെ റെസിസ്റ്ററുകളായാലെല്ലാം തന്നെ കമ്പോണൻസുകളാണ്, SMD ആണ്. പിന്നെ കപ്പാസിറ്റേഴ്സ് കാണാം. എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ അവരത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു ബോർഡാണ്. നമുക്ക് ഈ ബോർഡ് 2 ബോർഡുകൾ വെച്ച് നമുക്കൊരു സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല പവർഫുൾ സ്റ്റീരിയോ ആയിട്ട്, അതായത് നല്ലൊരു അഹൂജയുടെ ഒക്കെ സ്പീക്കറൊക്കെ നമുക്ക് സുഖമായിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ്. ഇതൊക്കെയാണ് ഈ ബോർഡിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞാൻ വീണ്ടും പറയുന്നു, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.